എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ചയൊക്കെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെതാ കുടുംബവിളക്കിന്റെ ഈ വരുന്ന ആഴ്ചയിലെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ കഥയിലേക്ക് പോവാം. അങ്ങനെതാ നമ്മുടെ സിദ്ധു ആണെങ്കിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണല്ലോ. സുമിത്രയാണെങ്കിൽ സിദ്ധാർത്ഥിന് വേണ്ടി എന്തൊക്കെ ചെയ്യാവോ ആ കാര്യങ്ങളെല്ലാം ഓടി നടന്ന് ചെയ്യാണ്. അപ്പൊ സരസ്വതി അമ്മയാണെങ്കിലോ കണ്ണീരും കൈയും ഒക്കെ ആയിട്ട് അവിടെ പറ്റയിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണ്. അങ്ങനെ സുമിത്രയാണെങ്കിൽ സിദ്ധുവിന് ബ്ലഡ് കൊടുക്കും, അതുപോലെ തന്നെ സുമിത്രയുടെ കാതിൽ കിടന്നതും കഴുത്തിൽ കിടന്നതും ഒക്കെ ഊരി വിറ്റിട്ടാണ് ഹോസ്പിറ്റലിലെ പണമൊക്കെ അടക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും സിദ്ധുവിന് വേണ്ടിയിട്ട് വലിയൊരു സർജറി വേണം എന്നുള്ള കാര്യം ഡോക്ടർ പറയുക. ഇപ്പൊ സരസ്വതിയമ്മയാണെങ്കിലും പൂജയാണെങ്കിലും നമ്മുടെ ശീതളാണെങ്കിലും ഒക്കെ പൈസ ഇല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണല്ലോ നിൽക്കുന്നത്. അതിനുള്ളൊരു വഴി താൻ കണ്ടെത്താമെന്നുള്ള രീതിയിൽ സുമിത്ര സിദ്ധുവിന് വേണ്ടി ബ്ലഡ് കൊടുക്കാൻ തുടങ്ങുകയാണ്. അപ്പം എത്രമാത്രം ദ്രോഹം ചെയ്തിട്ടുണ്ട് നമ്മുടെ സിദ്ധു സുമിത്രയോട്. പക്ഷെ സുമിത്രയാണെങ്കിലോ ഇങ്ങനെയുള്ള ഒരു ആപത്ത് ഘട്ടത്തിൽ സിദ്ധുവിന് അങ്ങ് ഉപകാരം ചെയ്യുകയാണ്. അപ്പൊ അത്രയ്ക്ക് വലിയ മനസ്സാണ് നമ്മുടെ സുമിത്രയ്ക്ക് എന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പൊ ഈ സമയമാണെങ്കിലോ വക്കീലിന്റെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് നമ്മുടെ രഞ്ജിതയും അരവിന്ദനും. അപ്പൊ രണ്ടാൾക്കും കിട്ടിയിരിക്കുന്ന ആ ഒരു സുഖ സൗകര്യങ്ങളൊന്നും ഉപേക്ഷിക്കാനായിട്ട് ഒട്ടും തന്നെ തയ്യാറല്ല. അപ്പം വക്കീല് പറയുന്നുണ്ട്, എന്തായാലും 4 മാസത്തെ കാലാവധി മാത്രമേ ഉള്ളൂ. ആ കാലാവധി തീർന്നു കഴിഞ്ഞാൽ നിങ്ങളും ഞാനും ഒക്കെ പെടും. അതുകൊണ്ട് ഇനിയിപ്പോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല രഞ്ജിതേ. നമ്മള് സുമിത്രയ്ക്കും അതുപോലെ തന്നെ പൂജയ്ക്കും മുന്നിൽ കീഴടങ്ങിയേ പറ്റുള്ളൂ എന്നുള്ള കാര്യം വക്കീല് പറയാണ്. അപ്പൊ വക്കീൽ ഇതെല്ലാം പറയുമ്പോഴത്തേക്കിനും നമ്മുടെ രഞ്ജിതയാണെങ്കിലോ അവിടെ നിന്നുകൊണ്ട് വേറെ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ രഞ്ജിതയുടെ പ്ലാനിൽ വരുന്നത് നമ്മുടെ പങ്കജിന് ചെറിയൊരു നോട്ടം ഉണ്ടല്ലോ പൂജയെ. അപ്പൊ പൂജയുടെ പേരിലേക്കാണ് വിൽപത്രം മാറുന്നതെന്നും അതുപോലെ തന്നെ ഹ്യൂജ് എമൗണ്ട് ഒരു 5 കോടി രൂപയോളമാണ് പൂജയ്ക്ക് വേണ്ടി ഏട്ടൻ കരുതി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ രഞ്ജിത മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഈ തുകയൊന്നും ഒരു കാരണം വെച്ചാലും മറ്റൊരുത്തൻ്റെയും കയ്യിലേക്ക് പോവരുത്. അതിനു വേണ്ടിയിട്ട് രഞ്ജിത അവിടെ നിന്ന് പ്ലാൻ ഇങ്ങനെ മെനയുമ്പോൾ വക്കീല് ചോദിക്കുന്നുണ്ട്, എന്താ രഞ്ജിതയുടെ പ്ലാൻ? നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് എന്നോട് പറയുന്നു പറയാം. അതെ വക്കീലെ, ഒരു കാരണം വെച്ചാലും നമ്മൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ മറ്റാരും അറിയരുതെന്ന് പറയുക. അപ്പം അങ്ങനെതാ രഞ്ജിത വക്കീലിനെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്താണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് അനിരുദ്ധും അതുപോലെ തന്നെ നമ്മുടെ സിദ്ധുവിന്റെ ആ ഒരു അസിസ്റ്റന്റും കൂടി ശീതളിന്റെ വീട് അന്വേഷിച്ച് പോവുകയാണ്. അപ്പൊ രണ്ടാളും കൂടി ചെല്ലുന്ന സമയത്താണെങ്കിലോ വീട്ടിൽ ആരും ഇല്ലാത്തൊരു ലക്ഷണം തന്നെയാണ്. ശീതള് അച്ഛനുമായിട്ട് ആശുപത്രിയിലാണല്ലോ. അപ്പം അടുത്തുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കുന്ന സമയത്ത് അവരാരുമായിട്ടും ശീതളിനോ സച്ചിനോ ഒന്നും യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത പോലെയാണ് ജീവിക്കുന്നത്. അപ്പൊ ഇവരിങ്ങനെയൊക്കെ അന്വേഷിച്ച് നിന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനുമാണ് സച്ചിൻ അങ്ങോട്ട് വരുന്നത്. അപ്പൊ സച്ചിനെ കണ്ട പാടെ നമ്മുടെ അനിരുദ്ധാണെങ്കിൽ പുന്നാര അളിയനാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ പോയി സച്ചിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പൊ സച്ചിനാണെങ്കിലോ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും നമ്മുടെ അനിരുദ്ധിനോട് കാണിക്കുന്നില്ല. അനിരുദ്ധ കയ്യിൽ സ്നേഹത്തോടു കൂടി സച്ചിനെ എന്ന് പറഞ്ഞ് പിടിക്കുമ്പോഴത്തേക്കിനും നിങ്ങളിതെന്തിനാ എൻ്റെ കയ്യിൽ പിടിക്കുന്നത്? അപ്പം ഉടനെ തന്നെ നമ്മുടെ അനിരുദ്ധ ചോദിക്കുന്നുണ്ട്, ശീതൾ എവിടെയാണ്? ഞാൻ ശീതളിനെയും സച്ചിനെയും ഒക്കെ അന്വേഷിച്ച് വന്നതാണ്, അച്ഛൻ ഇവിടെ വന്നില്ലേന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല, ഇവിടെ ആരും വന്നിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ പറയാണ്. പക്ഷെ ഇവന്റെ ഈ ഒരു സംസാരത്തിൽ നിന്നും എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്, തന്റെ അച്ഛൻ എന്തൊക്കെയോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അനിരുദ്ധ് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അനിയാണെങ്കിലോ സച്ചിനെ അങ്ങ് പിടിച്ച് കൈകാര്യം ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ സച്ചിനാണെങ്കിലോ മര്യാദക്ക് എന്റെ ശരീരത്തിൽ നിന്ന് കൈയെടുത്തോണം. അതെ, നിന്റെ അച്ഛൻ എവിടെയാണെന്നും നിന്റെ പെങ്ങൾ എവിടെയാണെന്നും ഒന്നും എനിക്കറിയത്തില്ല, അതുകൊണ്ട് അതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യം എനിക്കില്ല, മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോണം എന്നുള്ള ആ ഒരു കാര്യം അനിരുദ്ധിന്റെ മുഖത്ത് നോക്കി പറയുമ്പോഴത്തേക്കിനും കൂടെ വന്ന അസിസ്റ്റന്റ് പറയുന്നുണ്ട്, സാറിനെ ഞാനാണ് ഈ വീടിന് മുന്നിൽ ഇറക്കി വിട്ടത്, സാറ് കണ്ടതാണ് ഇവനും ശീതളും തമ്മിൽ പ്രശ്നങ്ങൾ നടന്നത്, അപ്പൊ ഇവൻ എന്തോ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മുടെ ആ ഒരു അസിസ്റ്റന്റ് ചേട്ടൻ പറയുന്നത്. അപ്പൊ ഇതനുസരിച്ചിട്ടാണ് അനിരുദ്ധ് സച്ചിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതും. പക്ഷേ സച്ചിനാണെങ്കിൽ ഉരുണ്ടുകളിയുടെ ഉസ്താദാണല്ലോ, അതുകൊണ്ട് തന്നെ നേരെ ചൊവ്വയൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ അവൻ കാര്യങ്ങൾ പറയില്ല. പക്ഷേ അളിയനായതുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. പോരാത്തതിന് വർഷങ്ങൾക്ക് ശേഷം കാണുകയാണ്, കാര്യങ്ങളുടെ സത്യാവസ്ഥ നമ്മുടെ എനിക്ക് മനസ്സിലാവുന്നുമില്ലല്ലോ. അങ്ങനെ അനിരുദ്ധ് ഇച്ചിരി ചൂടായിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും അസിസ്റ്റന്റ് ചേട്ടൻ വന്ന് അനിയനെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലും നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ദീപുവിന്റെ വീടാണ്. അപ്പം പങ്കജാണെങ്കിൽ ദീപുവിനെ വീണ്ടും വിളിച്ച് സംസാരിക്കുകയാണ്. പൂജയുടെ ഡയറി, പൂജയുടെ കൈവശമുണ്ട് രോഹിത്തെങ്കിൽ എഴുതിയ ഡയറി. ആ ഡയറി എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടിയേ പറ്റുള്ളൂ എങ്കിലേ. പിന്നെ ഞാൻ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല.
ഈ പങ്കജ് കാശെറിഞ്ഞ് കളിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള ആ ഒരു ഫലം കണ്ടിട്ടേ അടങ്ങുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോഴത്തേക്കിനും ദീപു ആണെങ്കിലോ, എടാ ഞാൻ കാര്യമൊക്കെ ശരിയാണ്, നിന്നോട് കാശൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ ഞാനിപ്പോൾ ചതിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മോനെയും അതുപോലെ തന്നെ പൂജയെയും എൻ്റെ സുമിത്രേച്ചിയും ഒക്കെയാണ്. എപ്പോഴെങ്കിലും എനിക്കിതിന് ഒരു ശിക്ഷ കിട്ടുമെന്നുള്ളത് നല്ല രീതിയിൽ എനിക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ നീ ഇതിനു വേണ്ടിയൊന്നും എന്നെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. പങ്കജിന്റെ കോള് കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ ദീപു കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാല് അപ്പവും ചിത്രയും ദീപുവിന് പിന്നാലെ വന്ന് നിൽക്കുന്നതാണ്. അപ്പൊ പൂജ വീട്ടിൽ നിന്നും പിണങ്ങി പോകാനുള്ള കാരണക്കാരൻ അച്ഛൻ തന്നെയാണ് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് ദീപുവിന്റെ മുഖത്ത് നോക്കി നമ്മുടെ അപ്പു ഇങ്ങനെ പറയുക. അപ്പം അപ്പു ഇങ്ങനെയൊക്കെ റോങ് ആയിട്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കിനും ദീപുവിന് ശരിക്കും വിഷമമൊക്കെ ഉണ്ട്. തന്റെ മകനെയാണ് താൻ ചതിച്ചതെന്നുള്ള കാര്യം പങ്കജിന്റെ അടുത്ത് പറഞ്ഞത്. ഇപ്പൊ മോൻ കേക്കും ഒക്കെ ചെയ്തു. അപ്പൊ ചിത്ര ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വൃത്തികെട്ട കളികളൊക്കെ കളിക്കുന്നത്? നിങ്ങൾ ചേച്ചിയെ ചതിച്ചു, അതുപോലെ തന്നെ ഇപ്പൊ എന്റെ മോനെ ചതിക്കുന്നു. നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഇതുകൊണ്ട് ഉണ്ടാകണേന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ദീപു ആണെങ്കിലോ ഇവരുടെ മുന്നിൽ പൊട്ടാൻ കളിച്ച് നിൽക്കുകയാണ്. കാര്യം പുള്ളിക്കാരൻ ഒന്നും തന്നെ അങ്ങ് പറയുന്നില്ല കേട്ടോ. ആ സീനിന് ശേഷം നമ്മളെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പം സുമിത്രയാണെങ്കിലോ നമ്മുടെ സിദ്ധാർത്ഥിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവളുടെ ആ ഒരു രക്തം തന്നെ അവന് നൽകുകയാണ്. അപ്പം ഇങ്ങനെയെങ്കിലും കുറച്ച് ഇവളുടെ ബ്ലഡ് കിട്ടുമ്പോഴെങ്കിലും നമ്മുടെ സിദ്ധുവിന്റെ ആ ഒരു സ്വഭാവമൊക്കെ ഒന്ന് മാറിയാൽ മതിയായിരുന്നു. അപ്പൊ എന്തായാലും സരസ്വതിയമ്മയാണെങ്കിലോ പ്രാർത്ഥനയോടുകൂടി വെളിയിൽ അങ്ങനെ ഇരിക്കുകയാണ്. തന്റെ മകന്റെ ജീവിതമാണല്ലോ, അപ്പൊ ഇനി സർജറിക്കുള്ള പണം കണ്ടെത്തണം. അതിനുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യാണ് സുമിത്ര. അപ്പൊ ഈ സമയത്താണ് ആശുപത്രിയിലേക്ക് സച്ചിന്റെ വരവ്. എന്തായാലും ഇനി ഈ നിൽക്കുന്ന ശീതളിനെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോകണമല്ലോ. അതിനുവേണ്ടി ആശുപത്രിയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന സച്ചിനാണെങ്കിലോ നമ്മുടെ സരസ്വതി അമ്മയെ കാണുകയാണ്. സരസ്വതി അമ്മ ആരാണ് മുതല്? ഇപ്പൊ ശീതളിനെ തന്നെ നിർത്തി പൊരിച്ചു വെച്ചിരിക്കുകയാണ് സരസ്വതി അമ്മ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്ത് കൂട്ടിയ സച്ചിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. അങ്ങനെതാ സച്ചിൻ എന്ന് പറയുന്ന പുന്നാര മോനെ ഫ്രണ്ടിൽ പിടിച്ചു നിർത്തിയിട്ട്, എടാ നീ എന്റെ മോനെ ഈ അവസ്ഥയിലാക്കുമല്ലേടാന്ന് ചോദിച്ച് കാരണം നോക്കി ഒരു ഒന്നൊന്നര അടിയങ്ങ് വെച്ചു കൊടുക്കുകയാണ്. അപ്പൊ സച്ചിനാണെങ്കിലോ, തള്ളേ നിങ്ങൾ എന്താ എന്നെ ചെയ്തതെന്ന് ചോദിച്ചിട്ട് ആ കവളിങ്ങനെ പൊത്തിക്കൊണ്ട് സരസ്വതി അമ്മയുടെ നേരെ ചെല്ലുകയാണ്. തൊട്ടു പോകരുത് എന്റെ അമ്മയെ എന്നും പറഞ്ഞ് സുമിത്ര അവിടെ എത്തുകയാണ്. അപ്പൊ സുമിത്ര വന്നതും നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് എന്നെ പ്രതിയാക്കുകയാണല്ലേ? അതെ, നിങ്ങളോട് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് തലയിടരുതെന്ന്. പിന്നെ ഇപ്പൊ നിങ്ങളുടെ ഭർത്താവ് ഈ അടികൊണ്ട് കിടക്കുന്നില്ലേ, അതും അയാൾ വാങ്ങിക്കൂട്ടിയത് തന്നെയാണ് എന്നുള്ള കാര്യമൊക്കെ സുമിത്രയുടെ മുഖത്ത് നോക്കി പറയുമ്പോഴത്തേക്കിനും സുമിത്രയാണെങ്കിലോ എന്റെ മോളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാന്ന് സച്ചിനെ നീ വിചാരിക്കേണ്ടെന്ന് പറയാണ്. അപ്പൊ സച്ചിനാണെങ്കിലോ ഇവളെ ഞാൻ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞ് ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും സുമിത്ര അവന്റെ ചെവിക്കല്ല് നോക്കി ഒരെണ്ണം കൂടി വെച്ചങ്ങ് കൊടുക്കുകയാണ്. നിനക്കേ 2 അടിയുടെ കുറവുണ്ടായിരുന്നു, ഇപ്പൊ അതിൽ തീരുമാനമായെന്നും പറഞ്ഞ് സച്ചിനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇടുകയാണ്. അപ്പം ഈ കാര്യത്തിൽ നമ്മുടെ സുമിത്ര ഇച്ചിരി സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കിനും ഒരിക്കലും തന്റെ അമ്മ ഈ രീതിയിലൊന്നും പെരുമാറുമെന്ന് നമ്മുടെ ശീതൾ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പം ശീതളിന് വലിയ സന്തോഷമൊക്കെ ആയി. ഇതുപോലെയുള്ളൊരു ചതിയന്റെ കൂടെ ഇനി തനിക്ക് ജീവിക്കേണ്ട എന്നുള്ള ആ ഒരു തീരുമാനത്തിലാണ് ഇപ്പൊ ശീതൾ ഉള്ളത്. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ നടക്കുമ്പോഴത്തേക്കിനും നമ്മളെ കാണിക്കുന്നത് രഞ്ജിതയാണെങ്കിൽ പങ്കജിനോട് സംസാരിക്കുകയാണ്. മോനെ പങ്കജ്, അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ട്. ഇനിയിപ്പോ ഒരു 4 മാസത്തെ സാവകാശമേ നമുക്കുള്ളൂ. ആ 4 മാസത്തിനുള്ളിൽ നീ എങ്ങനെയെങ്കിലും പൂജയെ കറക്കിയെടുക്കണം. അതുമാത്രമല്ല നിങ്ങളുടെ കല്യാണം നടത്താനുള്ള കാര്യങ്ങൾ ഈ 4 മാസത്തിനുള്ളിൽ നടന്നിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഇതുവരെ അനുഭവിച്ചിരിക്കുന്ന ഈ സ്വത്തുവകകളെല്ലാം അത് പൂജയിലേക്ക് തന്നെ ചെന്ന് ചേരും. അതിനുള്ള ആ ഒരു കുരുക്ക് എൻ്റെ ഏട്ടനെന്ന് പറയുന്നവൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് മരിച്ചുപോയത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പങ്കജിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അപ്പം അരവിന്ദൻ പറ്റേ നിൽക്കുന്നുണ്ട്. ഇത്രയും കാലവും അരവിന്ദൻ വിചാരിച്ചിരുന്നത് രഞ്ജിതയാണെങ്കിൽ പൂജയെ വീട്ടിലേക്ക് കയറ്റില്ല, മരുമകളായിട്ട് അംഗീകരിക്കില്ല എന്നൊക്കെ തന്നെയാണ്. പക്ഷെ സ്വത്ത് പോകുമെന്നുള്ള കാര്യം വന്നപ്പോഴത്തേക്കിനും പൂജ എന്തായാലും തന്റെ മരുമകളായിട്ട് അംഗീകരിക്കാനായിട്ട് രഞ്ജിത തയ്യാറായി നിൽക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെയാണ്. എന്തായാലും നമ്മുടെ പൂജ ഒരു കാരണം വെച്ചാലും പങ്കജിന്റെ ഭാര്യയൊന്നും ആയിട്ട് വരില്ല. പിന്നെ രഞ്ജിത ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങേണ്ടുന്ന അവസ്ഥ തന്നെ വരും. അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് കഥയാണ് ഈ വരുന്ന ആഴ്ചയിലുള്ളത്. അപ്പൊ എല്ലാവരും കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം, നല്ലൊരു ഞായറാഴ്ചയൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്